ഹലോ ഓൾ, വെൽക്കം ബാക്ക് ടു മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കേരള PSC. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് തെർമൽ എഞ്ചിനീയറിങ്ങിൻ്റെ അടുത്തൊരു വീഡിയോ ആണ്. 4ാമത്തെ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ കുറച്ച് കാര്യങ്ങളാണ്. അതൊന്നാണ് എന്താണ് ഹീറ്റ് എഞ്ചിൻ. ഓക്കെ, വാട്ട് ഈസ് എ ഹീറ്റ് എഞ്ചിൻ. ഓക്കെ, നമ്മൾ പഠിക്കുന്നുണ്ട് ഹീറ്റ് എഞ്ചിൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു സോഴ്സിൽ നിന്നും ഒരു സിങ്കിലേക്ക്, അതല്ലെങ്കിൽ ടെമ്പറേച്ചർ എന്ന് എഴുതാം അല്ലേ. സോഴ്സ് എന്ന് പറയുമ്പോൾ എന്താ, ഹയർ ടെമ്പറേച്ചർ, ഒരു ലോവർ ടെമ്പറേച്ചറിലേക്ക് ഹീറ്റ് എടുത്തുകൊണ്ട് വർക്ക് ചെയ്യുന്ന ഒരു എൻജിൻ, ഒരു ഔട്ട്പുട്ട് ഉണ്ടാവണം. വർക്ക് ചെയ്യുന്ന ഒരു എൻജിനാണ് എന്ത്, ഹീറ്റ് എൻജിൻ എന്ന് പറയുന്നത്. അതായത് ഒരു ഹൈ ടെമ്പറേച്ചർ സോഴ്സിൽ നിന്നും ഒരു ലോ ടെമ്പറേച്ചർ സിങ്കിലേക്ക് ടെമ്പറേച്ചർ ഹൈ ടെമ്പറേച്ചറിൽ നിന്ന് എടുത്ത് ലോ ടെമ്പറേച്ചറിലേക്ക് കൊടുത്തുകൊണ്ട് ഒരു കുറച്ച് പാർട്ട് വർക്ക് ചെയ്യുന്ന ഒരു സാധനത്തിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഹീറ്റ് എൻജിൻ എന്ന് പറയുന്നത്. അതാണ് ഹീറ്റ് എൻജിൻ. ഓക്കെ, ഇനി ഇതെന്ന് പറഞ്ഞാൽ ഹീറ്റ് എഞ്ചിൻ റിവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് കിട്ടുന്നത് എന്നുള്ളത്. ഹീറ്റ് എഞ്ചിൻ റിവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹീറ്റ് പമ്പാണോ കിട്ടുന്നത്, റെഫ്രിജറേറ്റർ ആണോ കിട്ടുന്നത്? റെഫ്രിജറേഷൻ ആണോ, ഹീറ്റ് പമ്പാണോ? ഓർത്തോളുക, ഹീറ്റ് എഞ്ചിൻ റിവേഴ്സ് ചെയ്ത് ഒരിക്കലും ഹീറ്റ് പമ്പ് അല്ല കിട്ടുന്നത്, റെഫ്രിജറേറ്ററാണ് കിട്ടുന്നത്. ഓക്കെ, ഓർത്തോളുക, ഹീറ്റ് എഞ്ചിൻ റിവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ റെഫ്രിജറേറ്ററാണ് കിട്ടുന്നത് എന്നുള്ളത് ഓർത്തോളുക. അങ്ങനെ ചിലപ്പോൾ ഒരു ചോദ്യം വന്നേക്കാം. അതാണ് ഹീറ്റ് എഞ്ചിൻ. അപ്പോൾ എന്താണ്, ഒരു ഹൈ ടെമ്പറേച്ചറിൽ നിന്നും ടെമ്പറേച്ചർ എടുത്തുകൊണ്ട് ഒരു ലോ ടെമ്പറേച്ചറിലേക്ക് കുറച്ച് ടെമ്പറേച്ചർ കൊടുത്തുകൊണ്ട് ഒരു വർക്ക് ഔട്ട്പുട്ട് തരുന്ന സാധനത്തിനാണ് നമ്മൾ ഹീറ്റ് എഞ്ചിൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ എപ്പോഴും സൈക്ലിക് ആയിരിക്കും കേട്ടോ, സൈക്ലിക് ഓപ്പറേഷനാണ്. പിന്നെ ഇതിനകത്ത് ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ ഹീറ്റിനെയാണ് വർക്കാക്കുന്നത്. അതായത് ഒരു ലോ ഗ്രേഡ് എനർജിയെ ഒരു ഹൈ ഗ്രേഡ് എനർജിയിലേക്കാണ് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് എന്താ, 100% കൺവേർഷൻ നടക്കുകയില്ല. ലോ ഗ്രേഡ് എനർജിയിൽ നിന്നും ഹൈ ഗ്രേഡ് എനർജിയിലേക്ക് ഒരിക്കലും ഒരു 100% കൺവേർഷൻ നടക്കില്ല. ഓക്കെ, അതാണ് ഹീറ്റ് എൻജിൻ. ഓക്കെ, അടുത്തത് എന്താണ് വരുന്നത്, ഹീറ്റ് പമ്പാണ് വരുന്നത്. ഓക്കെ, എന്താണ് ഹീറ്റ് പമ്പ്? ഹീറ്റ് പമ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് വേറെ ഒന്നുമല്ല, നമുക്ക് ഇതേപോലെ തന്നെ എന്താ, ഒരു ഹൈ ടെമ്പറേച്ചറും ഉണ്ട്, ഒരു ലോ ടെമ്പറേച്ചറും ഉണ്ട്. സാധാരണ ഗതിയിൽ എങ്ങനെ വർക്ക് ചെയ്യുന്നത്, ഹൈ ടെമ്പറേച്ചറിൽ നിന്ന് ലോ ടെമ്പറേച്ചറിലേക്കാണ് പോകുന്നത് അല്ലേ, ഹൈ ടെമ്പറേച്ചറിൽ നിന്നും ലോ ടെമ്പറേച്ചറിലേക്കാണ് പോകുന്നത്. എന്നിരുന്നാൽ ഹീറ്റ് പമ്പ് എന്താണ് ചെയ്യുന്നത്, ഒരു ലോ ടെമ്പറേച്ചറിൽ നിന്നും, ഓർത്തോളാം, ഒരു ലോ ടെമ്പറേച്ചറിൽ നിന്നും ഹൈ ടെമ്പറേച്ചറിലേക്ക് ഹീറ്റ് പമ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഹീറ്റ് പമ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം ലോ ടെമ്പറേച്ചറിൽ നിന്നും ഹീറ്റ് എടുത്ത് ഹൈ ടെമ്പറേച്ചറിലോട്ട് പോകും. അന്നേരം ഒരു വർക്ക് ഔട്ട്പുട്ടാണോ കിട്ടുന്നത്? അല്ല, ഒരു വർക്ക് ഇൻപുട്ടിൻ്റെ സഹായത്തോടു കൂടി ഒരു ഹീറ്റിനെ നമ്മൾ മുകളിലോട്ട് കൊടുക്കുകയാണ്. അതായത് ഫോർ എക്സാമ്പിൾ, നമ്മൾ ലോവർ ടെമ്പറേച്ചറിൽ നിന്നും QL ഹയർ ടെമ്പറേച്ചറിലേക്ക് QH ആണ് കൊടുക്കുന്നതെന്ന് വിചാരിക്കുക. ഓക്കെ, നമ്മളതിൻ്റെ ഹീറ്റിൻ്റെ Q എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഡിനോട്ട് ചെയ്തു. അപ്പോൾ അതിനകത്തിൽ എന്താണ്, Q ഹീറ്റ്. അതിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ട ഒരു സാധനം എന്ന് പറയുമ്പോൾ എഫിഷ്യൻസി. നമ്മൾ ഹീറ്റ് പമ്പിൻ്റെയും റെഫ്രിജറേറ്ററിൻ്റെയും എഫിഷ്യൻസി നമ്മൾ വിളിക്കുന്നത് എന്താണ്, കോഎഫിഷ്യൻ്റ് ഓഫ് പെർഫോമൻസ് എന്നാണ് വിളിക്കുന്നത്, COP. എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ COP. ഇനി ഈ COP കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ നമുക്ക് പറയാം. എന്താണ് COP എന്ന് പറഞ്ഞാൽ, എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ എന്താണ്, എപ്പോഴും ഔട്ട്പുട്ട് ബൈ ഇൻപുട്ടാണ് അല്ലേ, ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട്. ഇനി അതിൽ ഔട്ട്പുട്ട് എന്താണ്, നമുക്ക് വേണ്ടുന്നതാണ് അല്ലേ, ഡിസൈഡ് ഔട്ട്പുട്ടാണ്. നമുക്ക് എന്താണ് ഇതിനകത്ത് വേണ്ടുന്നത്, ലോവർ ടെമ്പറേച്ചർ ആണോ? അല്ല, നമുക്ക് വേണ്ടുന്ന ഔട്ട്പുട്ട് എന്താണ്, ഹയർ ടെമ്പറേച്ചറാണ്. ഈ ഹീറ്റാണ് നമ്മുടെ ഔട്ട്പുട്ട് അല്ലേ. ഹീറ്റ് പമ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഡിസൈറബിലിറ്റി എന്താണ്, ഹൈ ഹീറ്റാണ് നമുക്ക് ആവശ്യം. ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് എന്താണ്, ഇൻപുട്ട് W ആണ്. ഓക്കെ, ഇനി ഈ പടത്തിൽ നിന്ന് നമുക്കറിയാം QH എന്ന് പറഞ്ഞാൽ എന്താണ്, QH എന്ന് പറഞ്ഞാൽ Q ലോവർ പ്ലസ് W ആണല്ലേ. അതിനകത്ത് W നമുക്ക് എന്ത് എഴുതാം, W QH മൈനസ് QL എന്ന് എഴുതാം. അപ്പോൾ അത് നമുക്ക് ഇവിടെ എഴുതുമ്പം = QH മൈനസ് QL എന്ന് എഴുതാം. ഇതാണ് കോഎഫിഷ്യൻ്റ് ഓഫ് പെർഫോമൻസ് ഓഫ് എ ഹീറ്റ് പമ്പ്. ഓക്കെ, ഇത്രയാണ് നമുക്ക് ഹീറ്റ് പമ്പിൽ നിന്ന് അറിയാനുള്ളത്. അടുത്താണ് റെഫ്രിജറേറ്റർ. എന്താണ് റെഫ്രിജറേറ്റർ? സെയിം തന്നെയാണ് സംഭവം എന്ന് പറയുമ്പോൾ എന്താണ്, ടെമ്പറേച്ചർ ഒരു ലോവർ ടെമ്പറേച്ചറിൽ നിന്നും എന്താണ്, ഒരു വർക്കിൻ്റെ സഹായത്തോടു കൂടി ഒരു ഹയർ ടെമ്പറേച്ചറിലേക്ക് സെയിം തന്നെ, ഒരു മാറ്റമില്ല, ചെയ്യുന്നതാണ് റെഫ്രിജറേറ്റർ. പക്ഷേ ഇതിനകത്തുള്ള പ്രത്യേകത എന്താണ്, നമുക്ക് വേണ്ടുന്നത് ലോവർ ടെമ്പറേച്ചറാണ് അല്ലേ. നമുക്ക് വേണ്ടുന്നത് എന്താണ്, തണുപ്പാണ് നമുക്ക് ആവശ്യം. റെഫ്രിജറേറ്ററിൻ്റെ ആവശ്യം തണുപ്പാണ്. അപ്പോൾ ഈ QL ആണ് എന്ത്, ഔട്ട്പുട്ട്.
അപ്പോൾ നമുക്ക് എന്താ റെഫ്രിജറേറ്റർ എന്ന് പറയുമ്പം വിത്ത് ആൻ എക്സ്റ്റേണൽ വർക്ക് ഒരു ലോവർ ടെമ്പറേച്ചറിൽ നിന്നും ഹയർ ടെമ്പറേച്ചറിലേക്ക് കൊടുക്കുന്ന ഒരു ഇൻസ്ട്രുമെൻ്റാണ് അല്ലേ, ഒരു ഒരു ഡിവൈസാണ്. നമുക്ക് എഞ്ചിൻ എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു ഡിവൈസ് എന്ന് പറയാം. ഓക്കെ, എന്താണ് അതിൻ്റെ അപ്പോൾ COP ഈസ് ഈക്വൽ ടു സെയിം ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് എന്ന് പറയുമ്പോൾ എന്താണ് ഔട്ട്പുട്ട് എന്ന് പറയുമ്പം ലോവർ ടെമ്പറേച്ചർ അല്ലേ, QL ബൈ ഹയർ ടെമ്പറേച്ചർ അല്ല, ഇൻപുട്ട് എന്താണ് വർക്ക് W എന്ന് പറയുമ്പോൾ സെയിം തന്നെ അല്ലേ, QH ഈസ് ഈക്വൽ ടു W പ്ലസ് QL ഓർ W ഈസ് ഈക്വൽ ടു QH മൈനസ് QL ഈസ് ഈക്വൽ ടു എന്താണ് QL ബൈ QH മൈനസ് QL. അപ്പോൾ ഇതാണ് എന്ത് കോഎഫിഷ്യൻ്റ് ഓഫ് പെർഫോമൻസ് ഓഫ് എ റെഫ്രിജറേറ്റർ. ഇനി ഇതിൻ്റെ രണ്ടിൻ്റെയും കോഎഫിഷ്യൻ്റ് ഓഫ് പെർഫോമൻസ് തമ്മിലൊരു ഇക്വേഷൻ ഉണ്ട്. അത് ജസ്റ്റ് എന്താ പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. ഇത് എന്താ അങ്ങോട്ടും ഇങ്ങോട്ടും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 1 കിട്ടും, അങ്ങനെയുള്ളൊരു സംഭവമാണ്. അല്ല സോറി, QH മറ്റേത് QH ബൈ QH ഇത് അപ്പോൾ മൈനസ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഒരു എളുപ്പമാർഗ്ഗമുണ്ട്, അങ്ങനെയൊന്നും നിങ്ങൾ ചെയ്ത് നോക്കാൻ നിൽക്കേണ്ട. COP ഓഫ് ഹീറ്റ് പമ്പ് ഈസ് ഈക്വൽ ടു, ഹീറ്റ് പമ്പ് എന്ന് പറയുമ്പോൾ എത്ര അക്ഷരമുണ്ട്, 2 അക്ഷരം, ഈസ് ഈക്വൽ ടു COP ഓഫ് റെഫ്രിജറേറ്റർ, ഒരു അക്ഷരമല്ലേ ഉള്ളൂ, പ്ലസ് ഒരു അക്ഷരം ഉണ്ട് എന്നുള്ളത് ഓർത്തിരുന്നാൽ മതി. അപ്പോൾ COP ഓഫ് എ ഹീറ്റ് പമ്പ് ഈസ് ഈക്വൽ ടു COP ഓഫ് എ റെഫ്രിജറേറ്റർ പ്ലസ് 1. ഓക്കെ, ഇതാണ് ഒരു റിലേഷൻ. അടുത്തായിട്ട് നമുക്ക് പഠിക്കാനുള്ളതാണ് കാർനോട്ട് സൈക്കിൾ. ഓക്കെ, ഒരു കാർനോട്ട് സൈക്കിൾ എന്ന് പറയുമ്പം നമുക്കറിയാം എന്താണ്, ഒരു 100% എഫിഷ്യൻസി സൈക്കിൾ എന്ന് പറയപ്പെടുന്ന സൈക്കിളാണ് കാർനോട്ട് സൈക്കിൾ. അതെന്താണ് തിയററ്റിക്കലി ആണ്, പ്രാക്ടിക്കലി അല്ല. അപ്പം ഇതാണ് കാർനോട്ട് സൈക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും ഹയസ്റ്റ് എഫിഷ്യൻസി സൈക്കിളാണ് കാർനോട്ട് സൈക്കിൾ. ഈ കാർനോട്ട് സൈക്കിളിനകത്തുള്ളതെന്ന് പറയുമ്പം ഓർത്തോളുക, ഈ ഏറ്റവും ആദ്യം പഠിക്കേണ്ടത് നമുക്ക് TS ഡയഗ്രാമാണ്. ഓക്കെ, TS ഡയഗ്രാം എന്ന് പറയുമ്പോൾ ടെമ്പറേച്ചർ എൻട്രോപ്പി ഡയഗ്രാം. TS ഡയഗ്രത്തിനകത്ത് എന്താണ്, ഒരു റെക്റ്റാങ്കിളാണ്. ഓർത്തോളുക, TS ഡയഗ്രത്തിനകത്ത് എപ്പോഴും ഒരു റെക്റ്റാങ്കിളാണ്. എപ്പോഴും ഇങ്ങനെ വെർട്ടിക്കൽ റെക്റ്റാങ്കിൾ ആവണമെന്നില്ല, ഹൊറിസോണ്ടൽ റെക്റ്റാങ്കിൾ ആയാലും മതി കേട്ടോ, അത് വിഷയമൊന്നുമില്ല, അത് ഏതായാലും കുഴപ്പമില്ല. അപ്പോൾ ഓർത്തോളുക, TS ഡയഗ്രാം എപ്പോഴും റെക്റ്റാങ്കിളാണ്. അതിനകത്ത് എന്താണ്, 2 ഐസോതെർമലും 2 ഐസെൻട്രോപ്പിക്കുമാണ്. ഓക്കെ, അപ്പോൾ 2 ഐസോതെർമൽ പ്രോസസ് ആൻഡ് 2 ഐസെൻട്രോപ്പിക് പ്രോസസ്. ഓക്കെ, ഇതാണ് എന്ത്, ഒരു കാർനോട്ട് സൈക്കിൾ. ഇനി നമുക്ക് പടത്തിനകത്ത് എന്താ ഒരു ഐസോതെർമൽ എന്താണുള്ളത്, അത് നമുക്ക് പഠിക്കാനായിട്ടുള്ളൊരു എളുപ്പം, ജസ്റ്റ് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ളതെന്ന് പറയുമ്പോൾ, ഈ പടം വരയ്ക്കാൻ വലിയ പാടൊന്നുമില്ല അല്ലേ, പടം വരയ്ക്കാൻ വലിയ പാടൊന്നുമില്ല. TS ഡയഗ്രാം വരയ്ക്കുക, PV ഡയഗ്രാം വരയ്ക്കുക, TS ഡയഗ്രാം വരയ്ക്കുക അല്ലേ, PV ഡയഗ്രാം വരയ്ക്കുക, TS ഡയഗ്രാം വരയ്ക്കുക. ഇനി അതിൽ നമുക്ക് അത് ഡിനോട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, ഡിനോട്ട് ചെയ്യുന്നതെന്ന് പറയുമ്പം ഇങ്ങനെയാണ് പടം. ഓക്കെ, 1 2 3 4 ഇത് തന്നെയാണ് TS ഡയഗ്രാം വരുന്നതും, 1 2 3 4. ഓക്കെ, ഓർത്തോളാം, ഈ പ്രോസസ്സ് 1 to 2 എന്താണ്, വോളിയം കൂടിയത് അല്ലേ, വോളിയം ഇവിടുന്ന് ഇവിടെ കൂടിയത്. അപ്പോൾ എന്താണ്, എക്സ്പാൻഷനാണ്. അപ്പോൾ ഇത് 1 to 2 എന്താ, ഐസോതെർമലുമാണ്. അപ്പോൾ ഇത് ഐസോതെർമൽ എക്സ്പാൻഷൻ. അപ്പോൾ ഇതെന്തായിരിക്കും, ഐസോതെർമൽ കംപ്രഷൻ അല്ലേ. അപ്പോൾ 2 to 3 എന്താണ്, ഓർത്തോളാം, ഇത് ഐസെൻട്രോപ്പിക് ആണ് അല്ലേ. ഐസെൻട്രോപ്പിക് അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക, അഡയാബാറ്റിക് എന്നും പറയാം. അപ്പോൾ ഇതെന്താണ്, അഡയാബാറ്റിക്. അപ്പോൾ എക്സ്പാൻഷനാണ്, എക്സ്പാൻഷനും കംപ്രഷനും. അപ്പോൾ ഇതിനകത്തിൽ ഇവിടെ വരുന്നതെന്ന് പറയുമ്പോൾ എന്താണ്, നമുക്ക് ഒരു എന്താ നമുക്ക് വരുന്നതെന്ന് പറയുമ്പോൾ ഐസെൻട്രോപ്പിക് കംപ്രഷനും അല്ലേ. ഇവിടെ എന്താണ്, വോളിയം കൂടിയത്. അപ്പോൾ അതിനെ നമ്മൾ ഐസെൻട്രോപ്പിക് അല്ലേ, ഐസെൻട്രോപ്പിക് എക്സ്പാൻഷനാണ്. ഇവിടെ എക്സ്പാൻഷൻ അല്ലേ, വോളിയം ഇങ്ങോട്ട് കൂടിയത്, ഇവിടെ വോളിയം കുറഞ്ഞത്. അപ്പോൾ ഇത് ഐസെൻട്രോപ്പിക് എക്സ്പാൻഷനും ഇത് ഐസെൻട്രോപ്പിക് കംപ്രഷനാണ്. ഓക്കെ, ഇത്രയാണ് നമുക്ക് മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യം. ഇതിനതിൽ ഓർക്കേണ്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇവിടെയാണ് ഹീറ്റ് അഡീഷൻ, ഇവിടെയാണ് ഹീറ്റ് റിജക്ഷൻ. അപ്പം ഈ കാർനോട്ട് സൈക്കിൾ പ്രാക്ടിക്കൽ അല്ല എന്ന് പറയാൻ കാരണം എന്താണ്, ഐസോതെർമൽ ഹീറ്റ് അഡീഷനും ഐസോതെർമൽ ഹീറ്റ് റിജക്ഷനും ഇമ്പോസിബിളാണ്. അപ്പോൾ ഇവിടെയാണ് ഹീറ്റ് അഡീഷൻ, ഇവിടെയാണ് ഹീറ്റ് റിജക്ഷൻ, ഇവിടെയാണ് വർക്ക് ഔട്ട്പുട്ട്, ഇവിടെയാണ് വർക്ക് ഇൻപുട്ട് അല്ലേ. അത് വർക്ക് ഔട്ട്പുട്ട് വർക്ക് ഇൻപുട്ട് നമ്മൾ അറിയേണ്ട കാര്യമില്ല, അത് വിഷയമല്ല. എന്നിരുന്നാലും അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക,
ഇവിടെ രണ്ടിടത്തുമാണ്, ഇവിടെ വർക്ക് ഔട്ട്പുട്ട്, ഇവിടെ വർക്ക് ഇൻപുട്ടും ആണെന്നുള്ളത് ജസ്റ്റ് ഈ ഒരു പടം പെട്ടെന്ന് ഇങ്ങനെ വരച്ച് മനസ്സിലങ്ങ് ഓർത്തിരുന്നാൽ മതി. ഓക്കെ, ഇതാണ് കാർനോട്ട് സൈക്കിൾ. അടുത്ത വരുന്ന ആരാണ് കാർനോട്ട് പ്രിൻസിപ്പിൾ. കാർനോട്ട് പ്രിൻസിപ്പിൾ ബേസിക്കലി 2 പ്രിൻസിപ്പിൾസാണ് ഉള്ളത്. അതിനകത്ത് ഒരു പ്രിൻസിപ്പിൾ പറയുന്നത് വേറെ ഒന്നുമല്ല, ഐസോതെർമൽ. ഓക്കെ, എഫിഷ്യൻസിയുടെ കാര്യമാണ് കാർനോട്ട് പ്രിൻസിപ്പിൾ പറയുന്ന രണ്ടിതും എഫിഷ്യൻസിയുടെ കാര്യങ്ങളാണ് പറയുന്നത്. റിവേഴ്സിബിൾ, അതായത് 2 കാർനോട്ട് സൈക്കിളുണ്ട്. ആ ഒരു കാർനോട്ട് സൈക്കിൾ റിവേഴ്സിബിളും ഒരു കാർനോട്ട് സൈക്കിൾ ഇറിവേഴ്സിബിൾ ആണെങ്കിൽ എപ്പോഴും എഫിഷ്യൻസി ഓഫ് ദ റിവേഴ്സിബിൾ വിൽ ബി ഓൾവേസ് ഗ്രേറ്റർ ദാൻ എഫിഷ്യൻസി ഓഫ് ഇറിവേഴ്സിബിൾ. 2 സൈക്കിൾസ് ഉണ്ട്, ഒരെണ്ണം റിവേഴ്സിബിൾ ഒരെണ്ണം ഇറിവേഴ്സിബിൾ ആണെങ്കിൽ എപ്പോഴും എഫിഷ്യൻസി ഓഫ് റിവേഴ്സിബിൾ ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ എഫിഷ്യൻസി ഓഫ് ഇറിവേഴ്സിബിൾ. അതാണ് ആദ്യത്തെ കാർനോട്ട് പ്രിൻസിപ്പിൾ. രണ്ടാമത്തെ കാർനോട്ട് പ്രിൻസിപ്പിൾ പറയുന്ന വേറെ ഒന്നുമല്ല, 2 സെയിം സോഴ്സും സെയിം സിങ്കും ആണെങ്കിൽ, ഓക്കെ, 2 സെയിം സോഴ്സിൻ്റെയും സെയിം സിങ്കിൻ്റെയും ഇടയ്ക്ക് വർക്ക് ചെയ്യുന്ന എത്ര കാർനോട്ട് സൈക്കിൾസ് എടുത്താലും, ഓക്കെ, അത് രണ്ടിൻ്റെ ഇടയ്ക്ക് വർക്ക് ചെയ്യുന്ന എത്ര കാർനോട്ട് സൈക്കിൾസ് എടുത്താലും എല്ലാ കാർനോട്ട് സൈക്കിൾസിൻ്റെയും എഫിഷ്യൻസി ഓർത്തോളാം, എല്ലാ കാർനോട്ട് എഫിഷ്യൻസി സെയിം ആണ്. ഓക്കെ, അതായത് ഐഡൻറ്റിക്കലായിട്ടുള്ള അല്ലെങ്കിൽ സെയിം സോഴ്സിൻ്റെയും സെയിം സിങ്കിൻ്റെയും ഇടയ്ക്ക് വർക്ക് ചെയ്യുന്ന എല്ലാ കാർനോട്ട് സൈക്കിൾസിൻ്റെയും എഫിഷ്യൻസി ഇതാണ്. എന്ത് വരുമ്പോഴാണ്? റിവേഴ്സിബിൾ സൈക്കിൾസ് ആണെങ്കിൽ ഓർത്തോളുക, റിവേഴ്സിബിൾ അല്ല, റിവേഴ്സിബിൾ കാർനോട്ട് സൈക്കിൾസിൻ്റെ എഫിഷ്യൻസി എപ്പോഴും സെയിം ആണ്. ഓക്കെ, ഇത് വെച്ചിട്ടാണ് നമ്മൾ മറ്റേ ഒരു ഇത് QH/QL = TH/TL എന്നൊക്കെ ഇത് വരുന്നതെന്ന് പറയുമ്പോൾ ഈ ഒരു പ്രിൻസിപ്പിൾ വെച്ചിട്ടുള്ള ഒരു ഔട്ട്പുട്ടായിട്ടാണ് നമ്മൾ അങ്ങനെ എഴുതുന്നത്. ഓക്കെ, ഇതാണ് മെയിനായിട്ട് കാർനോട്ട് പ്രിൻസിപ്പിൾ പറയുന്നത്. അടുത്ത് നമുക്ക് വരുന്നതാണ് ഇൻ്റർമീഡിയറ്റ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ. ഇതൊക്കെ എന്ന് പറയുമ്പോൾ ആക്ച്വലി വലിയ ഡെറിവേഷൻസ് ആണ്. നമുക്ക് 2 ഹീറ്റ് എൻജിൻസ്, ഓക്കെ, ഹീറ്റ് എൻജിൻ 1, ഹീറ്റ് എൻജിൻ 2. ഇത് T ഹയർ, ഇത് T ലോവർ. ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയ്ക്ക് എന്താണ് ഒരു ഇൻ്റർമീഡിയറ്റ് ടെമ്പറേച്ചർ T ഉണ്ട്. ഇവിടുന്ന് ഒരു ഔട്ട്പുട്ടുണ്ട് W1, ഇവിടുന്ന് ഒരു ഔട്ട്പുട്ടുണ്ട് W2. ഇങ്ങനെ നമുക്കൊരു പ്രോബ്ലം തരാം. ഇതിൻ്റെ ഹയർ ടെമ്പറേച്ചർ, ഇതിൻ്റെ ലോവർ ടെമ്പറേച്ചറൊക്കെ തരും, കുറേ വർക്ക് ഡണ്ണും തരും, കുറേ കാര്യങ്ങളൊക്കെ തന്നിട്ട് നമ്മൾ ഇതിൻ്റെ ഇൻ്റർമീഡിയറ്റ് ടെമ്പറേച്ചർ കണ്ടുപിടിക്കാൻ പറയും. ഓർത്തോളുക, സെയിം എഫിഷ്യൻസി ആണെങ്കിൽ, എഫിഷ്യൻസി എന്ന് പറയുമ്പോൾ എന്താണ്, വലിയ ഒരു വാക്കല്ലേ എഫിഷ്യൻസി എന്ന് പറയുമ്പം, വലിയൊരു വാക്കാണ്. അപ്പോൾ അതിനകത്ത് വരുമ്പം ഇൻ്റർമീഡിയറ്റ് ടെമ്പറേച്ചർ എന്ന് പറയുമ്പം എന്താണ്, ജോമെട്രിക് മീൻ എന്ന് ഓർത്തോളുക. ജിയോമെട്രിക് മീൻ എന്ന് പറഞ്ഞാൽ എന്താണ്, √TH², TH × TL അല്ലേ? ഇതാണ് ജിയോമെട്രിക് മീൻ ഓഫ് 2 ടെമ്പറേച്ചേഴ്സ്. ഓക്കെ, ഓർത്തോളാം, സെയിം എഫിഷ്യൻസി ആണെങ്കിൽ എന്താണ്, സെയിം എഫിഷ്യൻസി ആണെങ്കിൽ T ഇൻ്റർമീഡിയറ്റ് ഈസ് ഈക്വൽ ടു √TH × TL. അതായത് സെയിം വർക്ക് ഡൺ ആണെങ്കിലോ, വർക്ക് ഡൺ, വർക്ക് എന്ന് പറയുമ്പോൾ സാധാ വാക്ക്, എഫിഷ്യൻസി പോലത്തെ മറ്റേ കടുകട്ടി വാക്കൊന്നുമില്ല. അപ്പോൾ അതിനെന്താണ്, സാധാ മീനാണ്. സാധാ മീൻ എന്ന് പറയുമ്പോൾ എന്താണ്, ആവറേജ്. T ഈസ് ഈക്വൽ ടു TH + TL/2. ഓർത്തോളാ, ഇത് ജസ്റ്റ് എന്താ പറയുന്നത്, ഇത് എപ്പോഴും നമ്മൾ ഈ പഠിക്കുന്നതെന്ന് പറയുമ്പോൾ ഒറിജിനൽ ക്ലാസ് അല്ല, ജസ്റ്റ് ഒരു റിഫ്രഷർ അല്ലേ, നമ്മൾ ജസ്റ്റ് റിവിഷൻ ക്ലാസ്സുകളാണ്. അപ്പോൾ T മീൻ ആണ് നമ്മുടെ സെയിം വർക്ക് ഡൺ ആണ്. ഓർത്തോളം ഇൻ്റർമീഡിയറ്റ് ടെമ്പറേച്ചർ കുറേ പ്രോബ്ലംസ് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ കേരള PSC തന്നെ ഒരുപാട് പ്രോബ്ലംസ് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പം എല്ലാവരും നല്ലോണം പഠിക്കുക. ഒരുപാട് പരീക്ഷകൾ വരുന്നുണ്ട്. ബൈ ബൈ.